നന്ദനൊപ്പം തന്നെ ഈ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം റദ്ദാക്കണമെന്ന പൊതു താൽപര്യ ഹർജിയിൽ സുപ്രീം കോടതിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടല്ലോ. ക്രിക്കറ്റ് മത്സരം നടക്കട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. സുപ്രീം കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങളും ഇടപെടലുകളും ഏത് തരത്തിലാണ്? സുരേഷ്, ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് മത്സരം നിശ്ചയിച്ചത്. ഈ ഏഷ്യ കപ്പ് മത്സരത്തിൽ നിന്നും ഭാരതത്തിൻ്റെ ഇന്ത്യൻ ടീമിനെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ 4 അഭിഭാഷകർ, വിദ്യാർത്ഥികളായിട്ടുള്ള യുവ അഭിഭാഷകർ അവർ ഈ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ വിഷയത്തിൽ ഇടപെടാൻ ആകില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കി. അതായത് കളി നടക്കട്ടെ എന്നുള്ളതായിരുന്നു. ഇത് കേവലം ക്രിക്കറ്റ് മാത്രമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ കേവലം ഒരു മത്സരം കളി മാത്രമാണ് എന്നുള്ളതാണ് കോടതി ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും അത്തരം ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നുള്ള ആവശ്യം പോലും കോടതി നിരാകരിച്ചു. നാളെ വീണ്ടും ഈ ഒരു വിഷയം അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇതിൽ നിന്നും, അത് മാത്രമല്ല BCCIക്ക് അടക്കം ഇതിൽ നിന്നും പിന്മാറണമെന്നുള്ള നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. അതേസമയം ഈ കളി ഞായറാഴ്ച നടക്കാനിരിക്കെ ഇനിയിപ്പോൾ ഏതായാലും ശനിയാഴ്ച കോടതി പ്രവർത്തിക്കത്തില്ല. ഞായറാഴ്ച സ്വാഭാവികമായും, അല്ലെങ്കിൽ പിന്നീട് ഈ വിഷയം പരിഗണിക്കുമ്പോഴേക്കും സ്വാഭാവികമായും ഈ കളി അവസാനിച്ചിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കളിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. കളി തുടർന്നു പോകട്ടെ എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിലെടുത്ത നിലപാട്. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ പാകിസ്ഥാനുമായി ഭാരതം അത്ര സ്വരച്ചേർച്ചയിലല്ല. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ഒരു വിഷയം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ കളി അത് നടത്താൻ അനുവദിക്കരുത് എന്നുള്ള ഹർജിയായിരുന്നു പ്രധാനമായും ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് എത്തിയത്. ശരി, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.